ഒരു നിലാവില്ലാത്ത രാത്രി. പഴയ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. വീടുകളിലെ വിളക്കുകൾ ഒന്നൊന്നായി അണഞ്ഞു. വയലിൻ്റെ അറ്റത്ത് കാറ്റ് മാത്രം. ദൂരെ എവിടെയോ നായ് കുരയ്ക്കുന്ന ശബ്ദം. അങ്ങനെ ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വയൽ വഴിയിലൂടെ നടക്കുകയായിരുന്നു. കയ്യിൽ ചെറിയൊരു വിളക്ക്. വിളക്കിൻ്റെ വെളിച്ചം അവൻ്റെ കാലിന് മുന്നിൽ മാത്രം വീഴുന്നു. അതിനപ്പുറം മുഴുവൻ ഇരുട്ട്. പെട്ടെന്ന് അവൻ്റെ പിന്നിൽ നിന്ന് ആരോ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചു. അവൻ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മൂമ്മ പറഞ്ഞ ഒരു വാക്ക് അവൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. രാത്രിയിൽ ആരെങ്കിലും പേര് വിളിച്ചാൽ ഉടൻ മറുപടി പറയരുത്. അത് മനുഷ്യനായിരിക്കണമെന്നില്ല. അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ വീണ്ടും ആ വിളി. ഇപ്പോൾ ശബ്ദം കുറച്ച് അടുത്താണ്. അവൻ്റെ കൈ വിറച്ചു. വിളക്ക് കുലുങ്ങി. അപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കി. വയലിൻ്റെ അറ്റത്ത് കറുത്ത ഒരു കാള നിൽക്കുന്നു. പക്ഷേ ആ കാള അനങ്ങുന്നില്ല, കണ്ണടയ്ക്കുന്നില്ല. അത് മനുഷ്യനെപ്പോലെ അവനെ നോക്കുകയാണ്. അടുത്ത നിമിഷം ആ കാളയുടെ രൂപം പതുക്കെ നീങ്ങി. പക്ഷേ അത് കാളയെപ്പോലെ നടന്നില്ല, മനുഷ്യനെപ്പോലെ നീങ്ങി. പിന്നെ ആ രൂപം ഇരുട്ടിൽ മറഞ്ഞു. അവൻ കേട്ടത് ഒറ്റ ശബ്ദം മാത്രം, ഒരു ചിരി. അത് മനുഷ്യൻ്റെ ചിരിയാണോ മൃഗത്തിൻ്റെ ശബ്ദമാണോ എന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ ആ ശബ്ദം വയലിൽ നിന്ന് വന്നതല്ല. അത് അവൻ്റെ ചെവിക്ക് തൊട്ടടുത്ത് നിന്ന പോലെ തോന്നി. അവൻ പിന്നോട്ട് നോക്കിയില്ല. വീട്ടിലെത്തി വാതിലടച്ചു. ആ രാത്രി മുഴുവൻ അവൻ കേട്ടത് അതേ ചിരി മാത്രം. പിറ്റേന്ന് രാവിലെ അവൻ ഗ്രാമത്തിലെ ആളുകളോട് കാര്യം പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വയലിൻ്റെ അറ്റത്ത് ഒരു കറുത്ത കാളയെ കണ്ടു. ആളുകൾ ആദ്യം ചിരിച്ചു. പക്ഷേ അവൻ വഴി പറഞ്ഞപ്പോൾ ചിരി പതുക്കെ നിർത്തി. ഒരു മനുഷ്യൻ പറഞ്ഞു, അത് സാധ്യമല്ല. അവൻ ചോദിച്ചു, എന്തുകൊണ്ട്? മറ്റൊരാൾ മറുപടി പറഞ്ഞു, ഇന്നലെ രാത്രി മഴ വരുമെന്ന് പറഞ്ഞതിനാൽ ഗ്രാമത്തിലെ എല്ലാ കാളകളെയും നേരത്തെ തന്നെ തൊഴുത്തിൽ കെട്ടിയിരുന്നു. ഒരു കാള പോലും പുറത്തില്ലായിരുന്നു. അവൻ്റെ മുഖം വിളറി. കയ്യിലെ ചായ ഗ്ലാസ് വിറച്ചു. അപ്പോൾ ഒരു വയസ്സൻ പതുക്കെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നീ പറഞ്ഞത് കാളയുടെ കാര്യമല്ല, അത് ഒടിയൻ്റെ കാര്യമാണ്. അവിടെ നിന്ന് എല്ലാവരും നിശബ്ദരായി. കാരണം ആ ഗ്രാമത്തിൽ ഒരു പേര് മാത്രം എല്ലാവരും മന്ദശബ്ദത്തിൽ പറഞ്ഞിരുന്നു, ഒടിയൻ. കേരളത്തിൻ്റെ പഴയ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് പാടങ്ങളും വരമ്പുകളും കാറ്റും മഴയും പഴയ വീടുകളും ഒക്കെയാണ്. പക്ഷേ ആ സൗന്ദര്യത്തിനിടയിൽ ഒരു കാലത്ത് ഒരു ഭയം ജീവിച്ചിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ചില വഴികൾ ശൂന്യമായിരുന്നു. പാടവരമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ആളുകൾ മടിക്കും. നായ്ക്കൾ രാത്രിയിൽ ഒരുമിച്ച് കരഞ്ഞാൽ വീടിനകത്തുള്ളവർ വിളക്ക് കുറച്ച് മിണ്ടാതിരിക്കും. ഇരുട്ടിൽ ഒരു നിഴൽ ഇളകിയാൽ പോലും ചിലരുടെ നെഞ്ചു പിടയും. ആ ഭയത്തിന് നാട്ടുകാർ നൽകിയ പേരായിരുന്നു ഒടിയൻ. ഒടിയൻ ആരായിരുന്നു? അവൻ ശരിക്കും മൃഗമായി മാറുന്ന മനുഷ്യനോ, മന്ത്രവാദിയോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭയത്തെ തന്നെ ആയുധമാക്കിയ അതീവ അപകടകാരിയായ ഒരാളോ? ഒടിയൻ്റെ കഥ വെറും പേടിപ്പിക്കുന്ന കഥയല്ല. അതിനകത്ത് പഴയ കേരളത്തിൻ്റെ ദാരിദ്ര്യമുണ്ട്, അടിച്ചമർത്തലുണ്ട്, ജന്മിമാരുടെ അധികാരമുണ്ട്, അപമാനത്തിൽ നിന്ന് ജനിക്കുന്ന പകയുണ്ട്. പിന്നെ മനുഷ്യൻ്റെ മനസ്സ് ഭയത്തിൽ തകർന്നു പോകുന്ന ഒരു ഇരുണ്ട സത്യവുമുണ്ട്. ഇതുപോലെ നമ്മുടെ പഴയ വിശ്വാസങ്ങൾ, നാടോടി കഥകൾ, ഐതിഹ്യങ്ങൾ കഥയായും ചരിത്രത്തിൻ്റെ നിഴലിലൂടെയും അറിയാൻ ആഗ്രഹിക്കുന്നവർ ദ ചുരുൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഓരോ കഥയ്ക്കും പിന്നിൽ നമ്മൾ മറന്നുപോയ ഒരു കാലത്തിൻ്റെ ഇരുട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു പഴയ ഗ്രാമം. നമുക്ക് ആ ഗ്രാമത്തെ കരിമൺകുന്ന് എന്ന് വിളിക്കാം. പാടങ്ങളും കാടും ചെളിവഴികളും നിറഞ്ഞ ഒരു ഗ്രാമം. പകൽ സാധാരണ ജീവിതം, പക്ഷെ രാത്രി മറ്റൊരു ലോകം. ആ ഗ്രാമത്തിൽ ഒരു യുവാവ് ജീവിച്ചിരുന്നു. അവൻ്റെ പേര് മരുതൻ. മരുതൻ്റെ യൗവനം സന്തോഷമുള്ളതായിരുന്നില്ല. അവൻ്റെ വീട് ചെറിയൊരു കുടിലാണ്. അച്ഛൻ പാടത്ത് പണിയെടുക്കും, അമ്മ വലിയ വീടുകളിൽ അടുക്കളപ്പണി ചെയ്യും. മരുതനും അച്ഛനൊപ്പം പാടത്തിറങ്ങും. പുലർച്ചെ ചെളിയിലേക്ക് കാലിറക്കിയാൽ സന്ധ്യ മഴങ്ങിയ ശേഷമാണ് അവൻ വീട്ടിലേക്ക് മടങ്ങുക. പക്ഷെ എത്ര പണിയെടുത്താലും അവരുടെ വീട്ടിൽ പട്ടിണി തീർന്നില്ല. കാരണം പണി അവരുടേതായിരുന്നു, ഭൂമി മറ്റൊരാളുടേതും. വിയർപ്പ് ഇവരുടെ ശരീരത്തിൽ നിന്നാണ് വീണത്. വിളവ് പോയത് ജന്മയുടെ അറയിലേക്കാണ്. വീട്ടിൽ ഭക്ഷണം കിട്ടുന്ന ദിവസം ഭാഗ്യം, കിട്ടാത്ത ദിവസം വിശപ്പാണ് അത്താഴം. മരുതൻ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഈ നാട്ടിൽ ചിലർ ജനിക്കുന്നത് കൽപ്പിക്കാൻ, ചിലർ ജനിക്കുന്നത് തലകുനിക്കാൻ, ചിലർ പാടത്ത് ചെളിയിൽ നിൽക്കും, ചിലർ വരാന്തയിലിരുന്ന് കണക്ക് പറയും. അവൻ പലപ്പോഴും ജന്മിയുടെ വീടിൻ്റെ വാതിലിനപ്പുറം നിന്ന് നോക്കും. അകത്ത് നിറഞ്ഞ പാത്രങ്ങൾ, പുറത്ത് കൂലി കാത്തു നിൽക്കുന്ന മനുഷ്യർ. അവൻ്റെ ഉള്ളിൽ അന്ന് തന്നെ ഒരു ചോദ്യമുണ്ടായി. മനുഷ്യൻ ഇങ്ങനെ പണിയെടുത്തിട്ടും അവൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര വില കുറഞ്ഞത്? മരുതൻ ഒടിയനെക്കുറിച്ച് ആദ്യം കേട്ടത് വീട്ടിലെ മങ്ങിയ വിളക്കിനരികിലിരുന്നായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തു പോകരുത്, വയലിലൂടെ ഒറ്റയ്ക്ക് നടക്കരുത്, പിറകിൽ ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്.
ഒടിയൻ കണ്ടാൽ മനുഷ്യൻ്റെ ശ്വാസം തന്നെ നിൽക്കും. ഇങ്ങനെ മുതിർന്നവർ പറയുമ്പോൾ മരുതന് ആദ്യം പേടിയായിരുന്നു. പക്ഷേ അവൻ ഇനി ബാലനായിരുന്നില്ല. പാടത്ത് പണിയെടുത്ത് ശരീരം കടുപ്പമായിരുന്നു. ജീവിതം തന്നെ അവനെ നേരത്തെ വലുതാക്കിയിരുന്നു. അതുകൊണ്ട് ആ പേടിക്ക് പകരം പിന്നീട് അവൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വന്നു: കൗതുകം. ഒരു മനുഷ്യനെ തൊടാതെ തന്നെ ഭയപ്പെടുത്തി തകർക്കാൻ കഴിയുമോ? ആളുകൾ പറയുന്ന ഒടിയൻ ശരിക്കും അത്രയും ശക്തനാണോ? ഒരു മഴക്കാല രാത്രി ആ ചോദ്യത്തിന് അവൻ മറുപടി കണ്ടു. ഗ്രാമത്തിലൂടെ പോയ ഒരു അന്യൻ പിറ്റേന്ന് വയലിൻ്റെ അരികിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തി. ശരീരത്തിൽ വലിയ മുറിവൊന്നുമില്ല, രക്തവുമില്ല. പക്ഷേ മുഖത്ത് മരണം വരുന്നതിന് മുമ്പുള്ള അതിശക്തമായ ഭയം പതിഞ്ഞിരുന്നു. കണ്ണുകൾ തുറന്നു കിടന്നു, കൈകൾ മണ്ണ് പിടിക്കാൻ ശ്രമിച്ചതുപോലെ. ആളുകൾ ഒരേ വാക്ക് പറഞ്ഞു: ഒടിയൻ. അവിടെ നിന്നിരുന്ന മരുതന് വിറയലില്ലായിരുന്നു. അവൻ ഭയപ്പെട്ടില്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്തയുയർന്നു. ജന്മിയുടെ പേരിൽ എല്ലാവരും തലകുനി, പക്ഷേ ഒടിയൻ്റെ പേരിൽ ജന്മിയും പേടിക്കും. അന്നു മുതൽ മരുതന് ഒടിയൻ ഒരു ഭീകരനായി തോന്നിയില്ല, ഒടിയൻ ഒരു ശക്തിയായി തോന്നി. അവൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു അപമാനമായിരുന്നു. ഒരു ദിവസം അച്ഛന് കഠിനമായ പണി. പാടത്ത് പോകാൻ കഴിഞ്ഞില്ല. മരുതൻ ഒറ്റയ്ക്കാണ് ആ ദിവസം പാടത്ത് പണി ചെയ്തത്. അച്ഛൻ്റെ പണിയും താൻ തീർക്കാമെന്ന് കരുതി അവൻ ഇരട്ടിയായി കഷ്ടപ്പെട്ടു. പക്ഷെ വൈകുന്നേരം കൂലി ചോദിച്ചപ്പോൾ കാര്യസ്ഥൻ മുഖം ചുളിച്ചു: നിന്റെ അച്ഛൻ വന്നില്ലല്ലോ, ഇന്നത്തെ കണക്കിൽ കുറവ് വരും. മരുതൻ്റെ കൈകൾ ചെളിയും വിയർപ്പും കൊണ്ട് നനഞ്ഞിരുന്നു. ശരീരം തളർന്നിരുന്നു. പക്ഷേ വീട്ടിൽ അച്ഛനും മരുന്നും അമ്മയ്ക്ക് ഭക്ഷണവും വേണം. അതുകൊണ്ടാണ് അവൻ അമ്മയോടൊപ്പം ജന്മിയുടെ വീട്ടിലേക്ക് പോയത്. അവന് വേണ്ടത് ദാനമല്ല, അവൻ ചെയ്ത പണിയുടെ കൂലിയാണ്. കുറഞ്ഞത് ഒരു പാത്രം കഞ്ഞിയെങ്കിലും. അടുക്കളയിൽ നിന്ന് അമ്മ ചെറിയൊരു പാത്രത്തിൽ കഞ്ഞി കൊണ്ടുവന്നു. അപ്പോൾ ജന്മിയുടെ മകൻ അവനെ കണ്ട് ചിരിച്ചു: ഇവനോ കഞ്ഞി? ദിവസം മുഴുവൻ പണിയെടുത്താലും ഇവരുടെ വിശപ്പ് തീരില്ലല്ലോ. നായ്ക്ക് കൊടുക്കാനുള്ളത് പോലും ഇവർക്ക് കൂടുതലാണ്. അവൻ പാത്രം തട്ടി. ചൂടുള്ള കഞ്ഞി മരുതൻ്റെ കാലിൽ വീണു. അമ്മ കരഞ്ഞു. മരുതൻ വേദനയാൽ വിറച്ചു. പക്ഷെ അവൻ നിലവിളിച്ചില്ല. അവൻ്റെ ഉള്ളിൽ വേദനയേക്കാൾ കത്തിയത് അപമാനമായിരുന്നു. അവൻ പാടത്ത് പണിയെടുത്തവനാണ്, ആരുടെ മുന്നിൽ കൈ നീട്ടാൻ ആഗ്രഹിക്കാത്തവൻ. പക്ഷെ ആ നിമിഷം അവൻ്റെ വിയർപ്പിന് വിലയില്ല, വിശപ്പിനും വിലയില്ല, അമ്മയുടെ കണ്ണീരിനും വിലയില്ല എന്ന സത്യം അവൻ്റെ നെഞ്ചിൽ കുത്തി. ആ ദിവസം ജന്മിയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മരുതൻ പഴയ യുവാവല്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു തീരുമാനം വെച്ചു: വിയർപ്പ് മാത്രം മനുഷ്യനെ രക്ഷിക്കില്ല. ദുർബലനായി നിന്നാൽ എല്ലാവരും ചവിട്ടും. ഭയപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർ നിൽക്കൂ. അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. അവൻ്റെ മനസ്സിൽ അമ്മയുടെ കണ്ണീരും അച്ഛൻ്റെ പനിയും ജന്മിയുടെ ചിരിയും ഒടിയൻ്റെ പേരും ഒന്നായി ചേർന്നു. അവിടെ നിന്നാണ് മരുതൻ്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കാൻ തുടങ്ങിയത്. പകലിൽ പാടത്ത് പണിയെടുക്കുന്ന മരുതൻ, രാത്രിയിൽ ഇരുട്ടിനെ നോക്കി പഠിക്കുന്ന മരുതൻ. മറ്റുള്ളവർ പേടിച്ചു വാതിൽ അടയ്ക്കുന്ന സമയത്ത് അവൻ മാത്രം പുറത്തുള്ള നിഴലുകളെ ശ്രദ്ധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരുതൻ വീട്ടിലെ പഴയ സാധനങ്ങൾക്കിടയിൽ ഒരു മരപ്പെട്ടി കണ്ടെത്തി. അകത്ത് പഴയ താളിയോലകൾ, ഉണങ്ങിയ പച്ചിലകൾ, ചെറിയ കല്ലുകൾ, കരിഞ്ഞ നിറമുള്ള ചില അവശിഷ്ടങ്ങൾ. അമ്മ പറഞ്ഞു: അത് നിന്റെ മുത്തച്ഛൻ്റേതാണ്. നാട്ടുകാർ പറയാറുണ്ട് അദ്ദേഹത്തിന് ചില രഹസ്യവിദ്യകൾ അറിയാമായിരുന്നുവെന്ന്. ഞാൻ ഒരിക്കലും തുറന്നു നോക്കിയിട്ടില്ല. ആ രാത്രി മരുതൻ ആ പെട്ടി തുറന്നു. താളിയോലകളിൽ പഴയ ലിപി. വായിക്കാൻ ബുദ്ധിമുട്ട്, പക്ഷേ അവൻ വിട്ടില്ല. ദിവസങ്ങളെടുത്തു. വാക്കുകൾ പതുക്കെ തെളിഞ്ഞു. ഇരുട്ട്, നിഴൽ, മനസ്സ്, മൃഗരൂപം, ഒടിവിദ്യ. അവിടെ എഴുതിയിരിക്കുന്നത് മരുതനെ ഞെട്ടിച്ചു. ഒടിയൻ ശരിക്കും മൃഗമായി മാറുന്നില്ല, പക്ഷേ ഇരയുടെ മനസ്സിൽ മൃഗത്തെ ജനിപ്പിക്കുന്നു. ഇരുട്ട്, വേഷം, ശബ്ദം, കരിമഷി, ശരീരവഴക്കം, ശരിയായ സമയം, ഇവയെല്ലാം ചേർന്നാൽ മനുഷ്യൻ മുന്നിൽ നിൽക്കുന്ന രൂപം കാളയായോ പോത്തായോ നായായോ തോന്നും. മരുതന് മനസ്സിലായി, ഒടിയൻ്റെ യഥാർത്ഥ ശക്തി ശരീരത്തിലല്ല, അത് കാണുന്നവൻ്റെ മനസ്സിലാണ്. പക്ഷെ താളിയോലയുടെ അവസാനം ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു: ഗുരുവില്ലാത്ത വിദ്യ ശവത്തിന് തുല്യം. അവിടെ നിന്നാണ് മരുതൻ്റെ അടുത്ത യാത്ര തുടങ്ങിയത്. ഗ്രാമത്തിലെ വൃദ്ധന്മാരുടെ സംസാരത്തിൽ നിന്ന് അവൻ ഒരു പേര് കേട്ടു: കരിമല മൂപ്പൻ. ഒടിവിദ്യ അറിയാവുന്ന അവസാനത്തെ ആളുകളിൽ ഒരാൾ. അവൻ്റെ അടുക്കൽ പോയവർ എല്ലാവരും തിരിച്ചു വന്നിട്ടില്ല. ചിലർ ഭ്രാന്തരായി മടങ്ങിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അത് കേട്ട് മരുതൻ പേടിച്ചില്ല, മറിച്ച് അവന് ഉറപ്പ് വന്നു: ഞാൻ തേടുന്നത് ഇയാളെയാണ്. ഒരു രാത്രി അമ്മയും അച്ഛനും ഉറങ്ങിക്കിടക്കുമ്പോൾ മരുതൻ താളിയോലകൾ അരയിൽ കെട്ടി പുറപ്പെട്ടു. അവൻ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അമ്മയുടെ മുഖം കണ്ടപ്പോൾ മനസ്സ് നടുങ്ങി. പക്ഷെ ഉടനെ ജന്മിയുടെ ചിരി അവൻ്റെ ഓർമ്മയിൽ വന്നു. അവൻ നടന്നു, കാടുകൾ കടന്നു, പുഴകൾ കടന്നു, വിശപ്പ് സഹിച്ചു, മഴയിലും ഇരുട്ടിലും നടന്നു. അവസാനം കരിമലയുടെ മുകളിൽ അവൻ മൂപ്പനെ കണ്ടു. മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു വൃദ്ധൻ. ശരീരം ക്ഷീണിച്ചെങ്കിലും കണ്ണുകൾ തീ പോലെ. മരുതൻ മുന്നിൽ നിന്നു. എന്തിനാണ് വന്നത്? മൂപ്പൻ ചോദിച്ചു. വിദ്യ പഠിക്കാൻ. മൂപ്പൻ ചിരിച്ചു. എല്ലാവരും അത് തന്നെ പറയുന്നു.
മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കാനുള്ള മോഹം. നിന്റെ കണ്ണുകളിലും അത് ഞാൻ കാണുന്നു. പക്ഷേ അതിനുള്ള വില കൊടുക്കാൻ തയ്യാറാണോ? മരുതൻ താളിയോലകൾ കാണിച്ചു. മൂപ്പൻ്റെ മുഖം മാറി. നിന്റെ രക്തത്തിൽ ഈ വഴിയുടെ നിഴലുണ്ട്. പക്ഷെ കേൾക്കണം, ഈ വിദ്യ പഠിച്ചാൽ നീ പഴയ മനുഷ്യനായി തിരികെ പോകില്ല. സ്നേഹം, കരുണ, പേടി എല്ലാം കുറയണം. അല്ലെങ്കിൽ വിദ്യ നിന്നെ തന്നെ തിന്നുകളയും. മരുതൻ മറുപടി പറഞ്ഞു. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മൂപ്പൻ എഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നിന്റെ പഴയ ജീവിതം അവസാനിച്ചു. പരിശീലനം കഠിനമായിരുന്നു. ഒടിയന് ശരീരം മൃഗത്തെപ്പോലെ വഴക്കമുള്ളതായിരിക്കണം. ശബ്ദമില്ലാതെ നടക്കണം, ഇരുട്ടിൽ കാണണം, മരത്തിന് പിന്നിൽ നിഴലായി നിൽക്കണം, ശ്വാസം നിയന്ത്രിക്കണം. മൂപ്പൻ മരുതനെ പഠിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. മരുതൻ്റെ ശരീരം മാറി, അവൻ്റെ കണ്ണുകൾ മാറി, അവൻ്റെ ഉള്ളിലെ കുട്ടി പതുക്കെ ഇല്ലാതായി. മൂപ്പൻ്റെ അവസാന പരീക്ഷണം കുഴിവാസമായിരുന്നു. കാട്ടിനകത്ത് ഒരാൾക്ക് നിൽക്കാൻ മാത്രം കഴിയുന്ന ഒരു ഇടുങ്ങിയ കുഴി. മുകളിൽ കല്ല്, വെളിച്ചമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ഇവിടെ നിന്നാണ് പഴയ നീ മരിക്കുക, ഇവിടെ നിന്നാണ് പുതിയ നീ ജനിക്കുക, മൂപ്പൻ പറഞ്ഞു. മരുതൻ ആ കുഴിയിൽ ഇറങ്ങി. ഇരുട്ട് അവനെ മുഴുവൻ വിഴുങ്ങി. ആദ്യ ദിവസം വിശപ്പ്, രണ്ടാം ദിവസം ദാഹം, പിന്നീട് സമയം തന്നെ ഇല്ലാതായി. അമ്മയുടെ ശബ്ദം കേട്ടു, അച്ഛൻ്റെ മുഖം കണ്ടു, ജന്മയുടെ ചിരി കേട്ടു. അപമാനത്തിൻ്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഉള്ളിൽ മുഴങ്ങി. ആദ്യം അവൻ കരഞ്ഞു, പിന്നെ കരച്ചിൽ കോപമായി, കോപം പകയായി, പക ഇരുട്ടുമായി ചേർന്നു. കുഴി തുറന്നപ്പോൾ പുറത്തു വന്നത് പഴയ മരുതനല്ലായിരുന്നു. മൂപ്പൻ അവനെ നോക്കി പറഞ്ഞു, ഇനി നീ ഇരുട്ടിനെ കാണുന്നവനല്ല, നീ തന്നെ ഇരുട്ടാണ്. പിന്നീട് മൂപ്പൻ അവനോട് ഒടിവിദ്യയുടെ ഏറ്റവും ഭയാനകമായ ഭാഗം പറഞ്ഞു, മഷിയും പൊടിയും. പഴയ നാടോടി വിശ്വാസമനുസരിച്ച് ഒടിയൻ ഉപയോഗിക്കുന്ന പൊടിക്കും മഷിക്കും സാധാരണ വസ്തുക്കൾ മാത്രം മതിയാകില്ലെന്നാണ് ആളുകൾ കരുതിയത്. അതിനുള്ളിൽ കാട്ടുപച്ചിലകൾ, കരിഞ്ഞ വിറകിൻ്റെ ചാരം, പ്രത്യേക എണ്ണ, ചില മൃഗാവശിഷ്ടങ്ങൾ, പിന്നെ ഏറ്റവും ഭയാനകമായി ഗർഭിണിയായ സ്ത്രീകളുടെ രക്തവും മരിച്ച കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ചേർത്തിരുന്നുവെന്ന് കഥകൾ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തന്നെ ശരീരം വിറയ്ക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട കൃത്യമായ നിർമ്മാണ രീതി എന്നതിലല്ല പറയേണ്ടത്. നാടോടി കഥകളിൽ ഒടിയനെ കൂടുതൽ ഭയാനകം ആക്കാൻ ചേർക്കുന്ന ഇരുണ്ട വിശ്വാസങ്ങളെയാണ് കാണേണ്ടത്. എന്നാൽ ഈ വിശ്വാസം പഴയ കാലത്ത് ആളുകളെ കൂടുതൽ പേടിപ്പിച്ചു. ഗർഭിണിയുടെ ശരീരം, ജനിക്കാത്ത കുഞ്ഞ്, മരിച്ച കുഞ്ഞ്, ഇവയെല്ലാം മനുഷ്യരുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭയം ഉണർത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒടിയൻ്റെ മഷിയെക്കുറിച്ചുള്ള കഥകൾ ഇത്രയും ക്രൂരവും ഇരുണ്ടതുമായത്. മൂപ്പൻ മരുതനോട് പറഞ്ഞു, മഷിയുടെ ശക്തി കണ്ണിലല്ല, അത് കണ്ടവൻ്റെ മനസ്സിലാണ്. നീ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ നിന്നെ മനുഷ്യനായി കാണാൻ പാടില്ല. അവൻ്റെ ഉള്ളിലെ ഭയമാണ് നിനക്ക് രൂപം നൽകേണ്ടത്. പിന്നീട് വന്ന രൂപമാറ്റത്തിൻ്റെ രഹസ്യം. ഒടിയൻ മൃഗമായി മാറുന്നു എന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൂടുതൽ സൂക്ഷ്മമായ കാര്യമായിരിക്കാം. ഒടിയൻ തൻ്റെ ശരീരത്തിൽ മണ്ണ് പുരട്ടും. കരി, എണ്ണ, മഷി എന്നിവ ഉപയോഗിച്ച് മനുഷ്യരൂപം മറയ്ക്കും. ചിലപ്പോൾ കാളയുടെ കൊമ്പ് പോലുള്ള വസ്തുക്കൾ കെട്ടും. ചെവിയിൽ വലിയ വളയമോ കുണ്ടലമോ ധരിക്കും. ചില കഥകളിൽ വളയ്ക്കുള്ളിൽ പൊടി സൂക്ഷിക്കുമെന്നും പറയപ്പെടുന്നു. പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ അത് വിതറി നിമിഷങ്ങൾക്കകം മുന്നിലുള്ളവരെ കുഴയ്ക്കുമെന്നായിരുന്നു വിശ്വാസം. ഇതെല്ലാം ചേർന്നാൽ ഇരുട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ മനുഷ്യനായി തോന്നില്ല. അവൻ കാളയായും തോന്നാം, പോത്തായും തോന്നാം, നായായും തോന്നാം, ചിലപ്പോൾ പകുതി മനുഷ്യൻ പകുതി മൃഗം പോലെയും തോന്നാം. പക്ഷേ ആ രൂപം ആദ്യം ഉണ്ടാകുന്നത് ഒടിയൻ്റെ ശരീരത്തിലല്ല, കാണുന്നവൻ്റെ മനസ്സിലാണ്. അതാണ് ഒടിയൻ്റെ കല. മരുതൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയപ്പോൾ ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ ഇനി സാധാരണ മനുഷ്യനായി നടക്കാൻ വന്നതല്ല. ആദ്യ രാത്രി ഗ്രാമത്തിലെ വഴിയിൽ കാളയുടെ ശ്വാസം കേട്ടുവെന്ന് ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ വയലിൽ വലിയ നിഴൽ കണ്ടുവെന്ന് പറഞ്ഞു. മറ്റൊരാൾ തൻ്റെ പേരിൽ ആരോ വിളിച്ചുവെന്നും പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല എന്നും പറഞ്ഞു. അടുത്ത ദിവസം ഗ്രാമം വീണ്ടും പഴയ പേര് ചൊല്ലി, ഒടിയൻ. മരുതൻ്റെ ലക്ഷ്യം ആദ്യം തനിക്ക് അപമാനം നൽകിയവരായിരുന്നു. പക്ഷേ ഭയത്തിൻ്റെ രുചി ഒരിക്കൽ കിട്ടിയാൽ അത് ലഹരിയായി മാറും. കുറച്ച് കാലത്തിന് ശേഷം മറ്റുള്ളവർ അവനെ തേടി വന്നു. എൻ്റെ ശത്രുവിനെ പേടിപ്പിക്കണം, എൻ്റെ നിലം പിടിച്ചവന് പാഠം പഠിപ്പിക്കണം, എന്നെ അപമാനിച്ചവൻ രാത്രിയിൽ ഉറങ്ങരുത്. അപ്പോൾ മരുതൻ മനസ്സിലാക്കിയില്ല, താൻ അനീതിക്കെതിരെ നിന്നവനിൽ നിന്ന് മറ്റൊരാളുടെ പകയുടെ ആയുധമായി മാറുകയാണെന്ന്. ഇതാണ് ഒടിയൻ്റെ ദുരന്തം. അവൻ വെറുതെ ആരെയെങ്കിലും കണ്ടു പേടിപ്പിക്കില്ല. ആദ്യം ഇരയെ പഠിക്കും. ആൾ ഏത് വഴിയാണ് പോകുന്നത്, എപ്പോൾ ഒറ്റയ്ക്കാകും, അവന് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് എന്താണ്, കാളയെയോ നായയോ ഇരുട്ടിനെയോ മരിച്ചവരുടെ കഥകളെയോ. പിന്നെ ഒടിയൻ സ്ഥലം തിരഞ്ഞെടുക്കും. വെളിച്ചമില്ലാത്ത വരമ്പ്, ചെളി നിറഞ്ഞ വയൽ, ശബ്ദം തിരിച്ചു വരുന്ന ഇടം, ഓടിയാൽ വീഴാൻ സാധ്യതയുള്ള വഴി. ആദ്യ ശബ്ദം മാത്രം, കാളയുടെ ശബ്ദം, നായുടെ ചീറൽ, പോത്തിൻ്റെ കാലടി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേരുവിളി. ഇര നിൽക്കും. പിന്നെ നിഴൽ പ്രത്യക്ഷപ്പെടും. ചുവന്ന കണ്ണുകൾ പോലെ തിളങ്ങുന്ന എന്തോ, മണ്ണിൽ മൂടിയ ശരീരം, കൊമ്പ് പോലുള്ള രൂപം, ശബ്ദമില്ലാത്ത നീക്കം.
ആ നിമിഷം ഇരയുടെ മനസ്സ് തകരും. അവൻ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പ്രധാനമല്ല, അവൻ വിശ്വസിക്കുന്നത് എന്താണെന്നാണ് പ്രധാനം. അവൻ വിശ്വസിച്ചാൽ എൻ്റെ മുന്നിൽ ഒടിയൻ നിൽക്കുന്നു, അവൻ്റെ ശരീരം തന്നെ അവനെ തോൽപ്പിക്കുന്നു. ശ്വാസം പിടയും, ഹൃദയം കുതിക്കും, കാലുകൾ തളരും. ചിലർ വീഴും, ചിലർ ബോധം കെട്ടുപോകും, ചിലർ ആ ഭയത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി മടങ്ങി വരില്ല. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞത് ഒടിയനടിച്ചു. പക്ഷേ ഒടിയൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഒടിയനെ തോൽപ്പിച്ചത് വാളല്ല, തോക്കല്ല, മന്ത്രവാദിയുമല്ല. ഒടിയനെ തോൽപ്പിച്ചത് വെളിച്ചമായിരുന്നു. ഗ്രാമങ്ങളിൽ വഴിവിളക്കുകൾ വന്നു, ആളുകൾ കൂട്ടമായി യാത്ര ചെയ്യാൻ തുടങ്ങി, കാവൽ ശക്തമായി, വൈദ്യശാസ്ത്രം വളർന്നു, ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. മുമ്പ് ഒടിയൻ്റെ പണി എന്ന് പറഞ്ഞതിനെ പിന്നീട് ആളുകൾ പല രീതിയിൽ തിരിച്ചറിഞ്ഞു. ചിലത് ഹൃദയാഘാതമായിരിക്കാം, ചിലത് ഭയത്തിൽ ഉണ്ടായ അപകടമായിരിക്കാം, ചിലത് കുറ്റം മറിക്കാനുള്ള കഥയായിരിക്കാം, ചിലത് വേഷം കെട്ടിയ മനുഷ്യൻ്റെ തന്ത്രമായിരിക്കാം. ഇരുട്ട് കുറഞ്ഞപ്പോൾ ഒടിയൻ്റെ ശക്തിയും കുറഞ്ഞു. പഴയ കഥകളിൽ ഒടിയൻ്റെ അവസാനത്തിന് മറ്റൊരർത്ഥവുമുണ്ട്. ഒരിക്കൽ ഭയപ്പെടുത്താൻ പോയ ഒടിയൻ അബദ്ധത്തിൽ സ്വന്തം വീട്ടുകാരിയെ തന്നെ പേടിപ്പിച്ചു വീഴ്ത്തി എന്നാണ് ഒരു കഥ. അന്ന് അവൻ തിരിച്ചറിഞ്ഞു, ഭയം ഒരിക്കൽ പുറത്തുവിട്ടാൽ അത് ശത്രുവിനെയും സ്വന്തക്കാരനെയും വേർതിരിക്കില്ല. അതാണ് ഒടിയൻ്റെ യഥാർത്ഥ അവസാനം. അവനെ ഇല്ലാതാക്കിയത് പുറത്തു നിന്നുള്ള ശത്രു മാത്രമല്ല, അവൻ്റെ സ്വന്തം വിദ്യയുമാണ്. ഇന്ന് ഒടിയനുണ്ടോ? പഴയ അർത്ഥത്തിൽ ഇല്ലായിരിക്കാം. പാടവരമ്പിൽ കാളയായി നിൽക്കുന്ന ഒടിയനെ നാം ഇനി കാണില്ലായിരിക്കാം. കരിമഷിയും മണ്ണും പൊടിയും കുണ്ടലുമായി രാത്രിയിൽ കാത്തു നിൽക്കുന്നവനെയും കാണില്ലായിരിക്കാം. പക്ഷേ മറ്റൊരു രീതിയിൽ ഒടിയൻ ഇന്നും ജീവിക്കുന്നു. മറ്റൊരാളുടെ ഭയം മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നവരിൽ, അറിവില്ലായ്മ മുതലെടുക്കുന്നവരിൽ, പേടിയുണ്ടാക്കി ആളുകളെ മിണ്ടാതാക്കുന്നവരിൽ, അധികാരത്തിനായി നിഴലുകൾ സൃഷ്ടിക്കുന്നവരിൽ. അവിടെ ഒടിയൻ്റെ പുതിയ രൂപം കാണാം. അതുകൊണ്ട് ഒടിയൻ വെറും പഴയ നാടോടി കഥയല്ല, അവൻ ഒരു മുന്നറിയിപ്പാണ്. ഒരു മനുഷ്യനെ സമൂഹം നിരന്തരം അപമാനിച്ചാൽ അവൻ എത്ര ഇരുണ്ടവനായി മാറും എന്ന മുന്നറിയിപ്പ്. ഭയം മനുഷ്യൻ്റെ മനസ്സിനെ എത്ര എളുപ്പത്തിൽ തകർക്കും എന്ന മുന്നറിയിപ്പ്.